നമസ്കാരം. ശ്രീനിവാസനും ജയറാമുമൊക്കെ മുഖ്യ കഥാപാത്രങ്ങളായി രംഗത്തെത്തിയ കൺകെട്ട് എന്ന ചിത്രത്തിലെ മാമുക്കോയ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. കീലേരി അച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സദാസമയവും കയ്യിൽ പിച്ചാത്തിയായി നടക്കുന്ന, എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്ന, അതേസമയം തന്നെക്കാൾ ശക്തന്മാരെ കണ്ടാൽ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളെ നേരിടുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അയാളുമായി ചങ്ങാത്തം കൂടുന്ന ഒരു വളരെ വിചിത്രമായ സ്വഭാവ രീതിയിലുള്ള ഒരു തമാശ കഥാപാത്രമാണ് കീലേരി അച്ചു. പിൽക്കാലത്ത് നമ്മുടെ കേരളത്തിൽ പലരെയും ഈ കീലേരി അച്ചു എന്ന് വിശേഷിപ്പിക്കുന്നത് അവരോടുള്ള ഭയം കൊണ്ടല്ല, ശരിക്കും അതിനൊരു തമാശ കൊണ്ടാണ് ഈ കീലേരി അച്ചു എന്നുള്ള പേര് പലർക്കും നൽകിയിട്ടുള്ളത്. ഏതാണ്ട് ഇതിന് സമാനമായ രീതികൾ തന്നെയാണ് SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയായ ആർഷോയും ഇപ്പോൾ പിന്തുടരുന്നത്. PM ആർഷോ പലരെയും നേരത്തെയും ഭീഷണിപ്പെടുത്തിയ സംഭവമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ CPM നിന്ന് പുറത്തായ പാലക്കാട്ടെ മുൻ CPM നേതാവായ PK ശശിയുടെ അനുയായിയായ ഷാനിഫിനെയാണ് PK ആർഷോ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നുള്ള പരാതി ഇപ്പോൾ ഷാനിഫ് ഉന്നയിക്കുന്നത്. ഏതായാലും ഫോൺ വിളിച്ച ആർഷോ വളരെ തന്ത്രപൂർവ്വമാണ് ഫോൺ ചെയ്തത്. കാരണം വാട്സപ്പ് കോളാണ് വിളിച്ചത്. ഇത് റെക്കോർഡ് ചെയ്ത് ഒരിക്കലും പുറത്തുവിടാൻ കഴിയുകയില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ആർഷോ ഭീഷണി മുഴക്കിയത്. ഒറ്റപ്പാലത്തോ ഷൊർണൂരൊന്നും തന്നെ PK ശശിയെ മത്സരിക്കാൻ താൻ അനുവദിക്കുകയില്ല എന്നാണ് ആർഷോ പറഞ്ഞത്. മാത്രവുമല്ല, പിന്നീട് അങ്ങോട്ട് ഭീഷണിയാണ്. എന്നെക്കുറിച്ച് തനിക്ക് കൂടുതൽ അറിയണമെങ്കിൽ താൻ എറണാകുളത്ത് പോയി അന്വേഷിച്ച് നോക്കിയാൽ മതി എന്ന് ആർഷോ പറഞ്ഞുവെന്നും, താൻ പലരെയും കുത്തിയിട്ടുണ്ടെന്നും, അതായത് പേനക്കത്തിയെടുത്ത് കുത്തിയിട്ടുണ്ടെന്നും, അതുപോലെ താൻ ആളൊരു ചില്ലറക്കാരനല്ല, വെറുതെ വിടില്ല ഷാനിഫിനെ എന്നാണ് ഇപ്പോൾ ഈ ആർഷോ ഭീഷണി മുഴക്കിയതെന്നാണ് ഇപ്പോൾ ഷാനിഫ് പറയുന്നത്. എനിക്ക് ജീവന് ഭീഷണിയുണ്ട് എന്നാണ് ഇപ്പോൾ ഷാനിഫ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച CPMൻ്റെ പ്രതികരണമൊന്നും ഇനിയും വന്നിട്ടില്ല. വിളിച്ചത് വാട്സപ്പ് കോളിലായതുകൊണ്ട് തന്നെ ആർഷോയ്ക്കോ അല്ലെങ്കിൽ പാർട്ടിക്കോ തന്നെ ഇത് നിസ്സാരമായി തള്ളിക്കളയാനും കഴിയും. ഇത് ഷാനിഫ് വെറുതെ പറയുന്നതാണ് എന്ന് അവർ ആരോപിക്കും. PK ശശിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ UDF ക്യാമ്പിലേക്ക് എത്തുന്നു എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വാർത്ത. PK ശശി മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പിന്തുണ നൽകാൻ UDF തയ്യാറാണ് എന്നും പറയപ്പെടുന്നുണ്ട്. ഒറ്റപ്പാലത്തോ ഷൊർണൂരോ ഒക്കെ തന്നെ സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ആർഷോ ഇപ്പോൾ PK ശശിയുടെ ഏറ്റവും അടുത്ത അനുയായിയായ ഷാനിഫിനെതിരെ ഈ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ഷാനിഫ് നേരത്തെ SFIയുടെ പാലക്കാട് ജില്ലയിലെ വലിയൊരു നേതാവായിരുന്നു. പക്ഷേ പാർട്ടിയിൽ ഈ പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം PK ശശിക്കൊപ്പം ചേർന്നു എന്നുള്ളതാണ് ആർഷോയെ ചൊടിപ്പിച്ചത്. മാത്രമല്ല, PK ശശി കഴിഞ്ഞ ദിവസം നിബന്ധന്മാരുടെ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന വേളയിൽ ചില പരാമർശങ്ങൾ ഒരു നേതാവിനെക്കുറിച്ച് നടത്തിയിരുന്നു. SFIയുടെ നേതാവ് കഞ്ചാവ് വലിക്കാരനാണെന്നും അയാൾ ആരുടെയെങ്കിലും ശരീരത്തിൽ തോളിൽ ചാരി നിന്ന് മാത്രമേ സംസാരിക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചില വ്യംഗ്യ പരാമർശങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഇതൊക്കെ ആർഷോയെ ഉദ്ദേശിച്ചാണ് എന്നാണ് പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. എന്നാൽ ശശിയാകട്ടെ ഇത് ആർഷോയാണെന്ന് പറഞ്ഞിട്ടുമില്ല. എങ്കിലും അത് തന്നെക്കുറിച്ചാണ് എന്ന് ഒരുപക്ഷെ ആർഷോയും കൂടെ കരുതിയിട്ടായിരിക്കാം ഇത്തരത്തിൽ ഇപ്പോൾ ഷാനിഫിനെ വിളിച്ച് ഇത്രയും ശക്തമായ രീതിയിൽ ഭീഷണിപ്പെടുത്തിയത് എന്ന് വേണം കരുതാൻ. PK ശശിയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിലെ CPMൻ്റെ വളരെ പ്രമുഖനായ നേതാവായിരുന്നു അദ്ദേഹം. പിന്നീട് പാർട്ടിയുമായി തെറ്റുകയായിരുന്നു. KDDCയുടെ ചെയർമാൻ എന്നുള്ള ഒരുപക്ഷെ കേരളത്തിലെ കോർപ്പറേഷൻ ചെയർമാൻമാരിൽ ഏറ്റവും മികച്ച പദവിയായ KDDCയുടെ ചെയർമാൻ പദവിയും അദ്ദേഹം വഹിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ PK ശശിയെ നേരിടാൻ ആരാണ് എത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ആകാംക്ഷ ഉണർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ഷൊർണൂരൊക്കെ തന്നെ CPMന് വളരെ ശക്തമായ അടിത്തറയുള്ള മണ്ഡലങ്ങളാണ്. അവിടെ എവിടെയെങ്കിലും PK ശശി മത്സരിക്കുകയും നേരത്തെ അദ്ദേഹം MLA ആയിരുന്ന വ്യക്തി കൂടിയാണ്. ഒടുവിൽ തങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള ജനമുന്നേറ്റം ഉണ്ടാക്കാനും ശശി മുൻകൈ എടുത്താൽ അത് തങ്ങൾക്ക് വലിയ തോതിൽ തിരിച്ചടിയാകുമെന്ന് പാലക്കാട് നേതാക്കളും ഭയക്കുന്നുണ്ട്. മാത്രമല്ല, പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിനെ കുറിച്ച് അദ്ദേഹം സ്പിരിറ്റ് മാഫിയയുടെ ആളാണെന്നൊക്കെ ശശി ആരോപണം ഉന്നയിച്ചിരുന്നു. അതേസമയം PK ശശിക്കെതിരെ ജില്ലാ നേതൃത്വം രംഗത്തെത്തിയിരുന്നു. PK ശശിയുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ചില വ്യക്തിപരമായ ദൗർബല്യങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെ ചില CPM നേതാക്കൾ പിന്നീട് പരസ്യ പ്രസ്താവന നടത്തിയിരുന്നു. നേരത്തെ അദ്ദേഹത്തിൻ്റെ പേരിൽ ചില പീഡന ആരോപണങ്ങളൊക്കെ വന്ന സമയത്ത് അദ്ദേഹത്തെ സംരക്ഷിച്ചിരുന്ന അതേ നേതാക്കൾ തന്നെയാണ് പിന്നീട് PK ശശിക്കെതിരെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള മോശമായ പരാമർശങ്ങളുമായി വീണ്ടും ഇപ്പോൾ പത്രക്കാരുടെ മുന്നിൽ എത്തിയത്. അപ്പോൾ ഇത് വളരെ വിചിത്രവും രസകരവുമായൊരു കാര്യമാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പല CPM വിട്ട CPM വിരുദ്ധരായി മാറിക്കഴിഞ്ഞാൽ, പാർട്ടി വിരുദ്ധരെന്നറിയപ്പെടുന്ന വിഭാഗങ്ങളായി മാറിക്കഴിഞ്ഞാൽ പലർക്കും ഇത്തരത്തിലുള്ള വാട്സപ്പ് കോളുകൾ നമ്മുടെ കീലേരി അച്ചുവിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കീലേരി ഇതൊന്നും കണ്ട് പേടിക്കുന്ന ആളല്ല എന്നാണ് അദ്ദേഹം തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. തന്നെക്കുറിച്ച് എറണാകുളത്ത് അന്വേഷിച്ച് നോക്കിയാൽ പലതും അറിയാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും എറണാകുളത്ത് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരുപക്ഷെ പാർട്ടിയോ രാഷ്ട്രീയ എതിരാളികളോ അന്വേഷിക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ വിശദമാകും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഏതായാലും ഈ ആർഷോയുടെ ഭീഷണി ഇപ്പോൾ UDF ഹാൻഡിലുകളിലൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുള്ള ചർച്ചയായി മാറുകയാണ്. പലരും ആർഷോയെ കീലേരി അച്ചുവിനോട് തന്നെയാണ് ഉപമിക്കുന്നത്.